ജ്വല്ലറി മേക്കിംഗ് ഫ്രീ ക്ലാസ് ഡേ 3. ആവശ്യമുള്ള സാധനങ്ങൾ: വൈറ്റ് പേൾ, മിക്സഡ് ബീഡ്, ജംഗ് റിങ്സ്, ഗിയർ വയർ, വാച്ച് ബേസ്. അപ്പോൾ ഗിയർ വയർ ഇതേപോലെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആരുടെ കഴുത്തിലേക്കാണോ വേണ്ടത് അവരുടെ കഴുത്തിൻ്റെ അളവ് എടുത്തിട്ട് അതിൻ്റെ 3 ഇരട്ടിയായിട്ട് ഗിയർ വയർ മുറിച്ചെടുക്കാം. ഇതുപോലെ ഗിയർ വയർ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ടേക്ക് ജംഗ് റിങ്സ് കോർത്തെടുക്കാം. രണ്ടും ഒരുമിച്ച് പിടിച്ചിട്ടല്ല, സെപ്പറേറ്റ് പിടിച്ചിട്ട് ഒന്നിലോട്ടേക്ക് ജംഗ് റിങ്സ് ഇട്ടെടുക്കാം. ഇതേപോലെ ജംഗ് റിങ്സ് ഇട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ എൻഡ് ഭാഗം ഒരുമിച്ച് പിടിച്ചിട്ട് പേൾ കോർത്തെടുക്കാം. ഇതേപോലെ 2 എൻഡ് ഭാഗവും ഒരുമിച്ച് പിടിച്ചിട്ട് നമ്മൾ ഒരു 4-5 പേൾ കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ 4-5 പേൾ കോർത്തെടുക്കുന്നു. ഇതിപ്പോൾ ഇതേപോലെ നമ്മൾ ഒരുമിച്ച് പിടിച്ച് പേൾ കോർത്തെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് പിടിച്ചിട്ട് 2 പേൾ വീതം കോർത്തെടുക്കാം. 2 ഗിയർ വയറിലോട്ടേക്കും 2 പേൾ വീതം കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ 2 പേൾ വീതം 2 ഗിയർ വയറിലോട്ടേക്കും കോർത്തെടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ക്ലാസ് ചെയ്തപ്പോൾ അതിലൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായി. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഓറഞ്ച് മേലെയും ഗ്രീൻ താഴെയും വരേണ്ടതിൻ്റെ പകരം നമ്മൾ റിബൺ വെച്ചപ്പോൾ അത് തിരിച്ചു വന്നിട്ടുണ്ടായി. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ ചെയ്തു കൊടുക്കുന്നതൊക്കെ സമയത്തൊന്നും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ആർക്കും അങ്ങനെ മാറിപ്പോവാതിരിക്കട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അത് എടുത്തു പറഞ്ഞത്. പിന്നെ ഇതേപോലെ ഉണ്ടാവും. ഇനി നമ്മൾക്ക് ഒരു ഗിയർ വയറിലോട്ടേക്ക് ഒരു പേൾ മാത്രം കോർത്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ഒരു പേൾ കോർത്തെടുക്കാം. ഇതുപോലെ കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റുള്ള വയർ ഇതിന് മുകളിലൂടെ താഴോട്ടേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ മുകളിലൂടെ താഴോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് 2 വയറിൻ്റെയും എൻഡ് ഭാഗം നമ്മൾ വലിച്ചെടുക്കുന്നു. അപ്പോൾ ഒരു ഫ്ലവർ പോലെ കിട്ടും. ഇങ്ങനെ 2 ഭാഗം നമ്മൾ വലിച്ചെടുക്കുന്ന ടൈമിൽ ഫ്ലവർ പോലെ കിട്ടും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ 2 വയർ ഒരുമിച്ച് പിടിച്ചിട്ട് നമ്മൾ 2 പേൾ 2 ഭാഗത്ത് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നീട് ഒരുമിച്ച് പിടിച്ചിട്ട് ഇടാതിരിക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതൊരു ഫ്ലവർ പോലെ ആയിട്ട് കിട്ടും. ഇനി നമുക്ക് നമ്മൾ ആദ്യം ചെയ്ത അതേ മെത്തേഡിൽ വേണമെങ്കിൽ നമുക്ക് ഇതേപോലെയൊക്കെ ഉള്ള ബീഡൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ട് അങ്ങനെ വെച്ച് കൊടുക്കാം. പിന്നെ സ്റ്റോൺ വെച്ച് കൊടുക്കാം. നമുക്ക് പേൾ തന്നെ വെച്ച് കൊടുക്കാം. അപ്പോൾ കളർ വ്യത്യാസമുള്ളപ്പോൾ ഒരു ഫ്ലവർ പോലെ കിടന്നോളും. പിന്നെ ഇനി നമ്മൾ ആദ്യം ചെയ്ത അതേപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. 2 പേൾ ഒരു ഭാഗത്ത് ഇടുന്നു, 2 പേൾ എതിർഭാഗത്ത് ഇടുന്നു. അപ്പോൾ 2 ഗിയർ വയർ സെപ്പറേറ്റ് ആക്കിയിട്ട് ആദ്യം നമ്മൾ ഫസ്റ്റ് എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ ചെയ്തെടുക്കുന്നു. പിന്നീട് ഒരു ഗിയർ വയറിലോട്ടേക്ക് ഒരു പേൾ ഇടുന്നു. എന്നിട്ട് മുകളിൽ നിന്ന് താഴോട്ടേക്ക് ഓപ്പോസിറ്റുള്ള ഗിയർ വയർ ഇട്ട് കൊടുക്കുന്നു, വലിച്ചെടുക്കുന്നു. ഇതേ മെത്തേഡ് നമ്മൾ 3, 4, 5 പ്രാവശ്യം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഫുള്ളാക്കിയിട്ട് അങ്ങനെ മാത്രം ആക്കിയിട്ടും ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഒരു പേൾ ഇട്ട് കൊടുക്കുന്നു. 2 പേളും 2 സൈഡിലും ഇട്ട ശേഷം ഒരു ഗിയർ വയറിലോട്ട് മാത്രം ഒരു പേൾ ഇട്ട് കൊടുക്കുന്നു. ഓപ്പോസിറ്റുള്ള ഗിയർ വയർ അതിൻ്റെ മുകളിലൂടെ താഴോട്ടേക്ക് വലിച്ചെടുക്കുന്നു. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതേപോലെ കുറച്ചധികം ഫ്ലവേഴ്സ് പോലെ ചെയ്തെടുക്കാം. അതുപോലെ നമ്മളെ മെയിൻ ക്ലാസ്സിലോട്ടേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ മെയിൻ ക്ലാസ്സിലോട്ടേക്ക് ജോയിൻ ചെയ്യാം.
ഒന്നുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. നമുക്ക് കുറച്ചധികം വർക്കുകൾ നിങ്ങൾക്ക് കിട്ടും ചെയ്യാനും, കുറച്ചധികം മോഡൽസ്, കുറച്ചധികം ഐഡിയാസൊക്കെ കിട്ടും. അത് ചെയ്ത് പഠിക്കുന്നതോടുകൂടി നമ്മൾ ഈ പേൾ വെച്ച് മാത്രമല്ല, നമ്മൾ സ്റ്റോണുകൾ വെച്ചും കുന്തൻ സ്റ്റോണ്, അതുപോലെ തന്നെ പാലക്ക സെറ്റ് എങ്ങനെ ചെയ്യേണ്ടത് എല്ലാം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അതിൽ. അപ്പം നിങ്ങൾക്ക് ഇനിയിപ്പോൾ നമ്മളെക്കൊണ്ട് പറ്റുമോ, നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ, അങ്ങനത്തെ ഒന്നും ഒരു പേടിയും വേണ്ട. കാരണം നമ്മൾ 2ാം ക്ലാസ്സിലത്തെ കുട്ടികൾ മുതൽ 60 വയസ്സുള്ളവർ വരെ നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരെല്ലാവരും അങ്ങോട്ടേക്കും വരാം. സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കിതാ ഇതുപോലെ നമ്മൾ കുറച്ചധികം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ടേക്കൊരു ലോക്കറ്റ് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതിലോട്ടേക്കൊരു ലോക്കറ്റ് ഇട്ട് കൊടുക്കും. നിങ്ങൾക്കിങ്ങനെ ലോക്കറ്റ് വേണ്ടാന്നാണെങ്കിൽ നിങ്ങൾ ഇതന്നെ ഫുള്ളായിട്ട് ചെയ്തെടുക്കാം. ലോക്കറ്റ് ഇല്ലാതെ ഇനിയിപ്പം നിങ്ങൾക്ക് ലെയർ കോർത്തെടുക്കുകയും ചെയ്യാം. ലോക്കറ്റ് കൊടുക്കണം എന്നില്ല. ഞാനിപ്പോൾ ഇതിനോട്ടേക്ക് ഒരു ലോക്കറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് ഫുള്ളായിട്ട്, നമുക്കിപ്പോൾ ഇല്ലേ, നമ്മളിപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേൻ്റെ തീമായതുകൊണ്ടാണ് നമ്മൾ ഈ തീം തന്നെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പം കല്യാണത്തിന് ഉപയോഗിക്കാനാണ് ആ ഡ്രസ്സിൻ്റെത്, ഇപ്പം ഓണത്തിനാണെങ്കിൽ ആ ഒരു മോഡൽ അത് നമ്മൾ ഏത് ഡ്രസ്സിനാണെങ്കിൽ അതിന് മാച്ചാക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്തെടുക്കാൻ. നമ്മളിപ്പം ഈ കളറ് കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ. നമ്മൾക്ക് ഏതിനാണോ ചെയ്യേണ്ടത് അതനുസരിച്ച് വേണം നമ്മൾ മോഡൽ മാറ്റാൻ. അതുപോലെ തന്നെ നിങ്ങളിപ്പം ഈ ഒരു വർക്ക് പഠിക്കുമ്പോൾ ഈ ഒരു വർക്ക് മാത്രമല്ല, നിങ്ങൾക്ക് ഇതിലെ ഐഡിയാസ് ഉള്ളവർക്ക് ഒരുപാട് വർക്കുകൾ കിട്ടും. ഇനിയിപ്പം നമുക്ക് ഇതേപോലെ പേൾ കോർത്തെടുക്കാം. ആദ്യം ഒരു വൈറ്റ് പേൾ കോർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ശേഷം മിക്സ്ഡ് ബീഡ് കോർത്ത് കൊടുക്കുന്നു. ഒന്നുമില്ല, രണ്ടും ഒരുമിച്ച് പിടിച്ച്, നമ്മൾ ഫസ്റ്റ് ടൈം കോർത്ത പോലെ തന്നെ 2 ഗിയർ വയറും ഒരുമിച്ച് പിടിച്ച ശേഷം മിക്സഡ് ബീഡ് കോർത്ത് കൊടുക്കുന്നു. അതിൻ്റെ ശേഷം ആദ്യം വൈറ്റ്